പി കെ ഫിറോസ് നിയമസഭയിലെ തന്റെ ആദ്യ പ്രസംഗം ഒന്ന് ഗുമ്മാക്കാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ വച്ച് കാച്ചി ആകെ പെട്ടിട്ടുണ്ട്. പറ്റണ പണിയെടുത്താൽ പോരെ ഫിറോസെ. ഒന്നാമത് മലയാളമോ ചരിത്രമോ നേരെ ചെവേ അറിയില്ല, എന്നിട്ടാണ് ഇംഗ്ലീഷിൽ പോയി പിടിച്ചത്. എന്നാൽ ഇംഗ്ലീഷിൽ പോയി പിടിക്കുമ്പോൾ ആ കാര്യം കൃത്യമായിട്ട് പഠിക്കണ്ടേ. സഭയിലെ ആദ്യ പ്രസംഗമല്ലേ, നമ്മളെ പ്രസംഗം ആകുമ്പോൾ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു പ്രോവർബൊക്കെ അതിൻ്റെ ഇടയിലോട്ട് അങ്ങോട്ട് തിരികെ കയറ്റിയിട്ട് വച്ച് കാച്ചുക. ആരോ എഴുതി കൊടുത്ത്, എന്നാൽ അത് മര്യാദയ്ക്കിരുന്ന് കാണാതെ പടി. ഓ, പിന്നെ പഠിക്കണ കാര്യം അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. പഠിച്ച് പഠിച്ച് രാഹുൽ ഗാന്ധിയുടെ ആരാണ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? കൂടെ അല്ലാതെ, ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ അല്ലാതെ നമ്മൾ പിന്നെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി വേറെ ആരാണ് ഈ രാജ്യത്തുള്ളത്? തന്നെ മുതുമുത്തച്ഛൻ RSSകാരന്റെ വെടിയുണ്ടേറ്റ് ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം മതമൈത്രിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ RSSകാരന്റെ വെടിയുണ്ടേറ്റ് പെടഞ്ഞു വീണ് മരിച്ച കഥകൾ കേട്ട് വളർന്ന, മഹാത്മാഗാന്ധിയുടെ മരണത്തിന്റെ കഥകൾ കേട്ട് വളർന്ന ഒരു പ്രിയപ്പെട്ട മകൻ. കേട്ടില്ലേ? ഇതാണ് ഇദ്ദേഹത്തിന്റെ അറിവ്. ഈ അറിവും വെച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രോവർബ് കൂടി എടുത്തുകൊണ്ടുവന്ന് സഭയിൽ വെച്ച് കാച്ചാൻ നോക്കിയത്. എന്നാൽ പ്രോവർബ് നീ കാണാതെ പഠിക്കും. ഓ, പിന്നെ പഠിക്കണ കാര്യം ആരടുത്ത്? ഫിറോസിന്റെ അടുത്ത്. വേറെ ജോലി എനിക്കില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. എന്തായാലും എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഇംഗ്ലീഷ് പ്രോവർബ് കാണാതെ പഠിച്ചു. ഈ ഷെഫ്സെറ്റിൽ കോഡ്സ് ഉണ്ട്. ആ കോഡ്സ് കാണാതെ പഠിച്ചിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കൂ. എന്നിട്ട് അതിലടിച്ച വെറും പൊട്ടത്തരം എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. സർ, സിയാറ്റിലെ ചീഫിന്റെ ഒരു പ്രസക്തമായ ഒരു കോട്ടുണ്ട്. ഓൺലി വെൻ ദ ലാസ്റ്റ് ട്രീ ഹാസ് ബീൻ ഫെൽഡ്, ദ ലാസ്റ്റ് റിവർ പോയ്സൺഡ്, ദ ലാസ്റ്റ് ഫിഷ് കോട്ട്, men will know that he cannot eat money. അവസാനത്തെ പുഴയും മലിനമാക്കപ്പെട്ടാൽ, അവസാനത്തെ മരവും മുറിച്ചു മാറ്റിയാൽ, അവസാനത്തെ മീനും പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകും അവന് പണം തന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് മുമ്പായി കേട്ടല്ലോ, വെൻ ഓൾ ട്രീസ് ആർ ഫെൽറ്റ്. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഈ കോഡ്സ് കൊണ്ട്, അതായത് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ചില ക്രൂരതകൾ അല്ലെങ്കിൽ പ്രകൃതിയോട് ചെയ്യുന്ന നീതിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് അവസാനം അവൻ തന്നെ സ്വയം നശിക്കും എന്നുള്ള അർത്ഥവത്തായിട്ടുള്ള കോഡ്സ് ആണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കോഡ്സിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഓരോ പ്രവൃത്തിയും മനുഷ്യൻ ചെയ്യുന്നത് കൊണ്ട് പ്രകൃതിയിൽ എന്ത് സംഭവിക്കും, അത് പിന്നീട് എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ച കോഡ്സ്. ആ കോഡ്സിൽ അദ്ദേഹം ആദ്യം വായിച്ചത് കേട്ടില്ലേ, വെൻ ഓൾ ദ ട്രീസ് ആർ ഫെൽറ്റ്. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ട്രീസും വീഴുമ്പോൾ, നമ്മുടെ നാട്ടിൽ മരങ്ങൾ വീഴാറില്ലേ, അതിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നതാണ്? ഒരു കാറ്റടിച്ചാൽ വീഴുന്നതിൽ മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെയാണ് ഈ കാണാതെ പഠിച്ചിട്ട് മണ്ടത്തരം അടിക്കുന്നത്. ഇനി എന്താണ് യഥാർത്ഥ വരികൾ എന്ന് നിങ്ങൾക്കറിയോ? വെൻ ഓൾ ദ ട്രീസ് ഹാവ് ബീൻ കട്ട് ഡൗൺ. എന്താണ്? വെൻ ഓൾ ദ ട്രീസ് ഹാവ് ബീൻ കട്ട് ഡൗൺ, അതായത് മനുഷ്യൻ മരം കട്ട് ഡൗൺ മുറിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പാച്ചോണ്ട് വന്നിട്ട് പറയാണ് വെൻ ഓൾ ദ ട്രീസ് ആർ ഫെൽറ്റ്. ആ വാക്കെങ്കിലും കിട്ടിയത് ഭാഗ്യം. ഇനി ബാക്കി ഇങ്ങനെയാണ്, വെൻ ഓൾ ദ അനിമൽസ് ഹാവ് ബീൻ ഹണ്ടഡ്, വെൻ ഓൾ ദ വാട്ടേഴ്സ് ആർ പൊല്യൂട്ടഡ്, വെൻ ഓൾ ദ എയർ ഈസ് അൺസേഫ്, വെൻ ഓൾ ദ എയർ ഈസ് അൺസേഫ് ടു ബ്രെത്ത്, ഓൺലി ദെൻ വിൽ യു ഡിസ്കവർ യു കനോട്ട് ഈറ്റ് മണി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാ മരങ്ങളെയും കട്ട് ഡൗൺ ചെയ്താൽ, മുറിച്ചു കഴിഞ്ഞാൽ, എല്ലാ മൃഗങ്ങളെയും വേട്ടയാടി കഴിഞ്ഞാൽ, എല്ലാ വെള്ളവും മലിനമാക്കപ്പെട്ട് കഴിഞ്ഞാൽ, എല്ലാ വായുവും നിങ്ങൾ ശ്വസിക്കാൻ സുരക്ഷിതമല്ലാതാക്കി കഴിഞ്ഞാൽ, ആ സന്ദർഭത്തിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് പണം തിന്ന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഇക്കാന്റെ തലയിൽ തന്നെ കൊട്ട വെച്ച് മറയ്ക്കേണ്ട രീതിയിലുള്ള മണ്ടത്തരം പറഞ്ഞത്. എന്തായാലും അറിയാവുന്ന കാര്യം പറഞ്ഞാൽ പോരെ ഇക്ക. നേരത്തെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ആധികാരികമായി പൊട്ടത്തരം അടിക്കുക, എന്നിട്ട് ഞാൻ എന്തോ ഡയലോഗ് അടിച്ചു എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ ഇമാതിരി പൊട്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ നാട്ടുകാർ കേൾക്കുന്നുണ്ട്, നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണ്, അവരെടുത്തിട്ട് പൊങ്കാല ഇടുമെന്നുള്ള തിരിച്ചറിവെങ്കിലും വേണം. അല്ലാതെ ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് നമ്മൾ മതമൊക്കെ അവിടെ കലക്കിയൊക്കെ നമ്മൾ അങ്ങ് രക്ഷപ്പെട്ടു വന്നു എന്ന് കരുതിക്കൊണ്ട് ഒരു വ്യക്തിയും ആദരവർഹിക്കുന്ന വ്യക്തിയാകില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമാണെങ്കിൽ മാത്രമേ വ്യക്തി ഇനി ഏത് പദവിയിൽ ഇരുന്നാലും ജനം അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ
ഫിറോസിക്ക ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് നമ്പറുകൾ കാണാൻ പഠിച്ചുകൊണ്ട് വന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് അയ്യോ ഹീറോ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ആയിരിക്കണം. എന്തായാലും ഇംഗ്ലീഷ് പറയാൻ വേണ്ടി അനിയം മാറ്റി വെച്ചത് വല്ല വീട്ടിൽ നിന്നെടുത്ത് മണപ്പിക്കുകയോ കുടിക്കുകയോ ചെയ്തതൊന്നും നമുക്കറിയില്ല. അത് പറഞ്ഞ് ഇപ്പോൾ ഇക്കയുടെ തല തന്നെ നേരത്തെ എങ്ങനെയാണോ കൊട്ട വെച്ച് AI ക്യാമറ മറച്ചത് അതുപോലെ മറയ്ക്കേണ്ട അവസ്ഥയായെന്ന് പറയേണ്ടി വരികയാണ്. നാട്ടുകാരെടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അറഞ്ചം പുറഞ്ചം ട്രോളുന്നുണ്ട്.